നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റി കളക്ഷൻസ് ആട്ടോ. പ്രീമിയം കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ഒരുപാട് പ്രിന്റുകളുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ട് 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ടൈപ്പ് പ്രിന്റുകൾ, പല ഫാബ്രിക്കുകൾ, അങ്ങനെ എല്ലാമായിട്ട് നമ്മൾ മിക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറേശ്ശെയായിട്ട് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വന്നേക്കുന്നത്. അവിടുന്ന് താഴേക്കായിട്ട് പ്ലീറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പാറ്റേണും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ കളർ ഷെയ്ഡും മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് വന്നേക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കളർ ഞാൻ നിവർത്തി കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അല്ലാതെ കാണാം. അപ്പോൾ ഈ സെയിം തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 640 റേറ്റിലേക്കാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിനകത്ത് നോക്കുമ്പോൾ പല സൈസസിനകത്തേക്കും ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫാബ്രിക്. ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഇങ്ങനെയാണ്. നൈറ്റി കട്ടിങ്ങാണ്. ബാക്കിലേക്കും കൂടെ പ്ലീറ്റ്സ് വരുന്ന രീതിയിലേക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ സൈസസിലേക്കും തന്നെ നമ്മൾ ഇപ്രാവശ്യം ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു പിങ്ക് ഷെയ്ഡിലേക്കായിരുന്നു. അതിൻ്റെ തന്നെ സെയിം തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. ഒരു മസ്റ്റർഡ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി ഒരു ടീൽ ബ്ലൂ കളറിനകത്തേക്കും വരുന്നുണ്ട് കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മളെപ്പോഴും എൻ സ്റ്റൈലിൻ്റെ ഇതിലേക്ക് കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ആ ഒരു കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഇതിപ്പോൾ വന്നേക്കുന്ന സൈസ് XXL ആണ്. മീഡിയം തൊട്ടിട്ട് XXL സൈസസ് വരെയാണ് ഇതിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. പൈപ്പിങ്ങേ ഉള്ളൂ. ഫ്രണ്ടിലേക്കായിട്ട് ഡോട്ട്സ്, നമ്മുടെ ബുട്ടാസ് പോലെ എംബ്രോയിഡറി വർക്കിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മസ്റ്റർഡ് യെല്ലോ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷനിലേക്കാണ്. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ്, ഈവൻ മസ്റ്റർഡ് യെല്ലോയിൽ തന്നെ ഈ ഒരു ത്രെഡിന് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 695 ആട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ വരുന്നുണ്ട്. ഒരു ലാവൻഡർ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഡാർക്ക് ഒരു ഗ്രീൻ കളറിലേക്ക് വരുന്നുണ്ട്. പീച്ചിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിപ്പോൾ പീച്ച് ആൻഡ് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിലേക്കാട്ടോ വരുന്നത്. ഇത്രയും പ്രിൻറ്റുകളിലേക്കല്ല ഇത്, മീൻസ് കളേഴ്സിലേക്കല്ല, വേറെയും കുറേ കളേഴ്സിലേക്കുണ്ട്. നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് വേറൊരു പാറ്റേണിലേക്കാണ്. റയോൺ ഫാബ്രിക്കിനകത്തേക്ക് തന്നെ ഇവിടേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്കൊക്കെ വന്ന് ഒരു സ്ക്വയർ നെക്ക് പാറ്റേണിലേക്കാണ് കേട്ടോ. ബാക്കിലേക്കാണെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെയാണ് താഴേക്ക് പ്ലീറ്റ്സ് വരുന്നത്. നല്ലൊരു സ്റ്റൈലായിട്ട് തന്നെ നമുക്കൊരു നൈറ്റ് വിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. നമുക്ക് വീട്ടിൽ നൈറ്റീസ് പലരും യൂസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് 650 റേറ്റിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നേക്കുന്നത്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ഒരു ഗ്രേയും ബ്രൗണും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു പീക്കോക്ക് ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതിപ്പോൾ 3 ഡിഫറെൻറ്റ് ഷെയ്ഡുകളിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നു റയോൺ ഫാബ്രിക്കിനകത്തേക്ക് തന്നെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിനകത്തേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ. ബാക്ക് പോർഷനിലേക്ക് ഇതും നൈറ്റി കട്ടിങ്ങിലേക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിൽ കൂടെ ലേസ് വർക്കാണ്, പക്ഷേ ഇതൊരു സ്കാലപ്പ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് ലൈനിലും സെയിം തന്നെ ഇവിടെ പൈപ്പിങ്ങിനും അങ്ങനെ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 660 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ ഇനി ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഷെയ്ഡുകൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കളറിലേക്കുണ്ട്. നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലേക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പേസ്റ്റൽ ബ്ലൂ ലൈറ്റ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ കളറിനകത്തൊക്കെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഒരു സാറ്റിൻ ഫിനിഷിങ് വന്നേക്കുന്ന ഒരു ഫാബ്രിക്, അതിനകത്തേക്ക് എംബ്രോയിഡറി വർക്കും കൂടെ ആട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വലിയ സൈസുകളാണ്. 2XL സൈസാണ്. 2XL എന്ന് പറഞ്ഞാൽ നല്ല സൈസിലേക്കാട്ടോ ഇത് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല അത്യാവശ്യം നല്ല സൈസിലേക്ക് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 699 റേറ്റിലേക്കാട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ്. അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറുമുണ്ട്. സെയിം തന്നെ ഒരു പിങ്ക് കളറുമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. നെക്സ്റ്റ് വൺ വരുന്ന 2 ടോൺ റയോൺ ഫാബ്രിക്കിനകത്തേക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ കുർത്തീസൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് 2 ടോൺ എന്ന് പറഞ്ഞാൽ. കോട്ടണും റയോണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഫാബ്രിക്. സിമ്പിളായിട്ടുള്ളൊരു പൈപ്പിങ് മാത്രമേ ഇതിനുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 580 റേറ്റിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ്. ലാവൻഡറും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്.
അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു യെല്ലോ, ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒരു ചിക്കും ബ്രൗണൊക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡുണ്ട്. ഒരു ലൈറ്റ് ടീൽ ബ്ലൂ ഷെയ്ഡുണ്ട്. കുറച്ചുകൂടി ഒരു ഡാർക്കർ അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ട് വന്നേക്കുന്നൊരു ലൈലാക്കും ലാവൻഡറും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് എംബ്രോയ്ഡറി വർക്കിൻ്റെ തന്നെ ഒരു നൈറ്റിയാണ്. ഇങ്ങനെയാട്ടോ, 699 റേറ്റിലേക്കാണ്. ഇതിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ചസും അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 699 ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ കളറിനകത്ത് ഒരു ഗ്രീൻ മിക്സ് ചെയ്ത് വന്നേക്കുന്നൊരു ഗ്രേ എന്ന് പറയാം. ഇങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിനകത്തേക്കാട്ടോ. അതിനകത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും വന്നേക്കുന്നത്. കുറേ നൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോം വിയർ എന്ന് പറഞ്ഞ ആ കാറ്റഗറി ഒന്ന് എടുത്ത് നോക്കുക. ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നല്ലൊരു ഫാബ്രിക്കിനകത്തേക്ക് ഒരു പ്രിൻ്റാണ് ഇത് ആക്ച്വലി വന്നേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ സാധാരണ നമ്മുടെ സ്റ്റിച്ചസ് പോയേക്കുന്ന രീതിയിലേക്കാണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു ലൈൻസിനെ തന്നെ ഇങ്ങനെ ഈ ഒരു പാറ്റേണിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ്. നൈറ്റി കട്ടിങ് അല്ല, ചുരിദാർ കട്ടിങ് ആട്ടോ ഈ ഒരെണ്ണം വന്നേക്കുന്നത്. നല്ലൊരു ബ്രിക്ക് കളറിനകത്തേക്കാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 740 റേറ്റിലേക്കാട്ടോ. അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഷെയ്ഡുകളാണ്. ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ ഷെയ്ഡിലേക്കുണ്ട്, ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കും ഉണ്ട് കേട്ടോ. മസ്റ്റർഡ് യെല്ലോ ഒരു ഒലിവ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് 670 റേറ്റിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കും നല്ല കളറും അതിന് കോമ്പിനേഷനായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഈ പോർഷനിലേക്ക്. ബാക്കിലേക്ക് നൈറ്റി കട്ടിങ് ആയിട്ട് തന്നെ ഈ ഒരു പാറ്റേണിലേക്കാട്ടോ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു ക്രീം അല്ലെ ഒരു യെല്ലോ ചിക്കു അങ്ങനത്തെ ഒരു കളർ മിക്സ് ചെയ്ത് വന്നേക്കുന്നു. ബ്ലാക്ക് വന്നേക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പ്ലെയിൻ പാറ്റേണിലേക്ക് ഇതാ ഒരു മെറൂൺ കളറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി വരുന്നത് 2 ടോൺ ഫാബ്രിക് തന്നെയാണ്, റയോൺ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അതിലേക്ക് ലേസ് വർക്കും കൂടെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. കുറച്ചും കൂടെ ഒരു നല്ല അടിപൊളിയായിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ. ലേസ് വർക്കൊക്കെ നൈറ്റിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും സെയിം തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ എൻ്റെ ബാക്ക് പോർഷനിലേക്ക് നൈറ്റി കട്ടിങ്ങിനകത്തേക്കാണ് വന്നേക്കുന്നത്. ഇതാണ് ഷെയ്ഡ്. ഇനി അതിൻ്റെ തന്നെ കളേഴ്സ് ഒരു ഗ്രീൻ കളറും കൂടെ, ഗ്രീനും ഒരു ബ്രൗണും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡുകളാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചുകൂടെ നല്ല ഇനിയിപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെയാട്ടോ. നല്ലൊരു ലേസ് വർക്കൊക്കെ വെച്ച് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്കാട്ടോ ഗ്യാദേഴ്സ് വരുന്നത്. ഇങ്ങനെയാണ് ലേസ് വർക്കൊക്കെ വന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റം. പ്രൈസ് വരുന്നത് 635. ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വേണ്ട അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നൊരു മസ്റ്റർഡ് ബ്രൗൺ അല്ലെങ്കിൽ മസ്റ്റർഡ് യെല്ലോയും നമ്മുടെ ഒലിവ് ഗ്രീനൊക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിൻ്റെയും ഈ ഒരു അപ്പർ യോക്ക് പോർഷനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന ഐറ്റം കേട്ടോ. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ സ്ലീവ് കുറച്ചും കൂടെ ഒരു ഷോർട്ടായിട്ട് വന്നേക്കുന്ന സ്ലീവ് ആട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് മീഡിയം സൈസാണേ. ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളായിട്ട് നല്ലൊരു ഗ്രേപ്പ് കളർ, ഒരു ഗ്രേപ്പ് പർപ്പിൾ കളർ എന്ന് പറയാം, ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇനി അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഒരു മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് ബ്ലാക്കും കൂടെ കോമ്പിനേഷനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ബ്രാൻഡിൽ ഇതിങ്ങനെ പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വന്നേക്കുന്ന കോട്ടൺ ആണ്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. 399, 380 ആ റേറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ചെയ്തേക്കുന്ന ഐറ്റംസ് ആട്ടോ. ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വരുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 425 ആണ്. ഇതാണ് ഫസ്റ്റ് കളർ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് പ്രിൻറ്റുകൾ നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു നെക്സ്റ്റ് ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റാണി പിങ്ക് കളറിലെ ഫ്ലോറൽ പ്രിൻറ്റുകൾ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈൻ പാറ്റേണിലേക്കാട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഒരു ജസ്റ്റ് ഇവിടുന്നായിട്ടൊരു പൈപ്പിംഗ് കോൺട്രാസ്റ്റ് ആയിട്ടൊരു മെറൂൺ കളറിലെ പൈപ്പിംഗ് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് നേവി ബ്ലൂ കളറിനകത്തേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ്, ഇവിടുന്ന് താഴേക്കായിട്ടാട്ടോ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 635 ആണ്.
അപ്പോൾ ഇതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക്. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോം വിയർ എന്ന് പറഞ്ഞ കാറ്റഗറീസ് എടുത്ത് നോക്കുക. ഫ്രോക്ക് നൈറ്റീസും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ നൈറ്റീസിൻ്റെ ഈ കണ്ടതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമലായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി മാത്രമാണ്. നമുക്ക് അത്യാവശ്യം ഒരു ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടിയ ഐറ്റംസും അങ്ങനത്തെ പ്രിന്റുകൾ മാത്രം നമ്മളിപ്പോൾ ഓൺലൈനിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നവർക്കറിയാം, നമുക്കിപ്പോൾ വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ഷോപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പേര് ഷോപ്പിലേക്ക് വരിക. ഇനിയിപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ ആണെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരുന്നു, ഈ ഒരു 3-4 പീസൊക്കെ ഉള്ള സെയിം പ്രിന്റ് ഉള്ളതൊക്കെ നമ്മൾ ഷോപ്പിലേക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷോപ്പിലേക്ക് വരിക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കുർത്തീസൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതെന്നൊക്കെ ഓർക്കുവാണെങ്കിൽ നൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഒരു കുർത്തി ആഡ് ചെയ്യുക, അതിന് കൂട്ടത്തിലേക്ക് ഈ നൈറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1500 എബവ് ഉള്ള എല്ലാ ഷിപ്പിങ്ങും നമുക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ നിങ്ങൾ ഷിപ്പിംഗ് ചാർജസ് പേ ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുവാണ്, അതിൻ്റെ കാര്യം ആരും മറക്കണ്ട. നമ്മൾ അതിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ആ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു ഗോൾഡ് ചെയിനും റിസോർട്ട് സ്റ്റേയും, ഇനി അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുർത്തീസിൻ്റെയൊക്കെ. അടുത്ത ദിവസങ്ങളിലേക്ക് പറയാം.